ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഏതോ ജന്മ കൽപ്പന ഒരു അടിപൊളി പ്രൊമോയാട്ടോ കൂട്ടുകാരെ. നമ്മുടെ മനോരമ നമ്മുടെ ഭാർഗവി എടുത്ത ഫോട്ടോസ് നോക്കുമ്പോൾ അതിൽ പ്രീതിയില്ല കേട്ടോ. അപ്പൊ നമ്മുടെ മനോരമ ഇങ്ങനെ ചിന്തിക്കുക, ഭാർഗവി പ്രീതിനെ നിർത്തി ഫോട്ടോ എടുക്കുന്നത് ഞാൻ കണ്ടാണല്ലോ, അവളിപ്പോ ഒരു അമാനുഷിക ശക്തിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അതായത് നമ്മുടെ പ്രീതി പ്രേതമാണെന്നാണ് ഇവരൊക്കെ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പൊ ഇക്കാര്യങ്ങള് നമ്മുടെ മനോരമ ബാർബിനോടും പറയുന്നുണ്ട്. അപ്പൊ ബാർബി നമ്മുടെ പ്രീതിയാകെ പേടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്താണെങ്കിലും നമ്മുടെ അശ്വിന്റെ വീട്ടിലല്ല, ശ്രുതിയുടെ വീട്ടിൽ അശ്വിൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, കാരണം നമ്മുടെ ശ്രുതിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റാതെ പനി എന്തോ അടിച്ചിട്ട് കമ്പിളി ഇങ്ങനെ പുതച്ചേ നിൽക്കും. അപ്പൊ നമ്മുടെ അമ്മായി വന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ശ്രുതി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്, അവളുടെ വായിലും കൂടി ഒരു കമ്പിളി ഇട്ടിരുന്നെങ്കിൽ, വായിലും കൂടി കുത്തിക്കയറ്റി വെച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു അമ്മായി എന്ന് പറയുമ്പോൾ അമ്മായിയും പറയുന്നുണ്ട് കേട്ടോ. ശരിയാ, ചില സമയത്ത് ഇവളുടെ വായിൽ കമ്പിളി കുത്തിക്കയറ്റാൻ തോന്നും, അമ്മാതിരി വർത്താനാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ അശ്വിൻ നമ്മുടെ പതുക്കെ നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് ഇങ്ങനെ വഴക്കൊക്കെ മാറ്റാൻ വരികയും നമ്മുടെ ശ്രുതിയാണെങ്കിൽ പരിഭവം നടിച്ച് നമ്മുടെ അശ്വിനെ തള്ളി മാറ്റുകയും ചെയ്യുന്ന ഒരു അടിപൊളി രംഗങ്ങൾ തന്നെയായിരുന്നു കേട്ടോ കൂട്ടുകാരൻ. നമുക്ക് പിന്നീട് കാണുവാൻ സാധിച്ച കാഴ്ച. അപ്പൊ എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡോട്ട് വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്ന് കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.